എല്ലാവരും വന്നോളിട്ടോ. വെള്ളിയാഴ്ച അല്ലേ ഇന്ന്? നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഇന്ന് ചിക്കൻ വെച്ചിട്ടല്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കൽ. ഇന്ന് നല്ല അടിപൊളി ആഗോലി മീൻ വെച്ചിട്ട് വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ചിലരെന്തെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിച്ച് മഞ്ഞച്ചോറല്ലേ എന്ന്. മഞ്ഞച്ചോറല്ല, ഡൗട്ട് അടിക്കണ്ട. മഞ്ഞ കളർ വേറൊന്നുമല്ല, മസാലേന്ന് കുറച്ച് മസാല ഈ അരിയിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ ആകുമ്പോൾ ചോറ് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അരിയൊക്കെ ഇട്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് കുക്കർ അടിച്ചു വെച്ച് പോയി ഇരുന്നതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ കുക്കർ 2 വിസിലടിച്ച്. ഇനിയിപ്പോൾ അതും അവിടെ നിൽക്കട്ടെ. ശേഷം ഞാനിതാ ബിരിയാണി ദം ചെയ്യാനുള്ള ഉള്ളി ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ആക്കി. ഉണക്കമുന്തിരി കറുത്ത മുന്തിരിയായിപ്പോയി. ഇനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം. എന്നെപ്പോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അരികൾക്ക് പരസ്പരം ഭയങ്കര സ്നേഹമാണ്. ബിരിയാണി അല്ലേ ഇപ്പം ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച്, അതുകൊണ്ട് ഒന്നും നോക്കിയില്ല. ദമ്മിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടച്ച് വെച്ചപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ ഇപ്പോൾ അമ്മിക്കുട്ടിയൊന്നും ഇല്ലല്ലോ, എന്താ ഇതിൻ്റെ മുകളിലൊന്ന് വെയിറ്റ് ഇടുകയാണ്. പിന്നെ നേരത്തെ ചോറ് വെച്ച കുക്കർ തന്നെ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്ത് 10 മിനിറ്റ് ദമ്മിലിരിക്കട്ടെ. അന്നപ്പോൾ അത് അടുത്ത പ്രശ്നമായി മക്കൾ വന്നിട്ട് ഉമ്മ എന്തിനാണ് മീൻ ബിരിയാണി വെച്ചത്, ഞങ്ങൾക്ക് മീൻ പറ്റൂല. സംഗതി നേടിയാ ഓൾക്ക് മീൻ പറ്റൂല. പിന്നെ 2 ചിക്കൻ്റെ കാല് കിടക്കുന്നുണ്ടായിരുന്നു, അത് ഫ്രൈ ആക്കി ഓല കാര്യം ഞാൻ തീരുമാനമാക്കി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ദമ്മ് പൊട്ടിക്കല. ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി മൂടി തുറന്നതേ ഓർമ്മയുള്ളൂ. നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. സ്മെല്ല് കിട്ടിയാൽ ബിരിയാണി അടിപൊളിയാണെന്നാണല്ലോ പറയൽ. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. മീനൊന്നും ഉടഞ്ഞു പോകാണ്ട് തന്നെ ഞാൻ ഇവിടെ വിളമ്പി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വെള്ളിയാഴ്ച അങ്ങനെ അത് കഴിഞ്ഞ്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ്